ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 22 ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് സൺഡേ എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാം. അപ്പോൾ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റിന് പറയാം, ലാലേട്ടൻ വന്നു. ഇപ്രാവശ്യത്തെ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫ്ലോറൽ പ്രിൻ്റാണ് തോന്നുന്നു. സ്റ്റാർട്ടിങ് തൊട്ട് ഒരേ കൺസെപ്റ്റിൽ തന്നെയാണ് ലാലേട്ടൻ്റെ ഡ്രസ്സിങ്. സോ നൈസായിട്ടുണ്ട്. നമ്മുടെ മലയാളിത്തം തുളുമ്പുന്ന ഒരു സംഭവം കോട്ടും സ്വീറ്റൊക്കെ മാറ്റി അത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ വന്നിട്ട് ഓണത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ഓണത്തിനെ കുറിച്ച് ഏഷ്യാനെറ്റിൻ്റെ വക ഒരു പാട്ട് തയ്യാറാക്കിയത് നമ്പീഷനും ജസ്റ്റിൻ വർഗീസും മ്യൂസിക് ചെയ്തിട്ട് ഒരു പാട്ട് പൂക്കളെക്കുറിച്ചുള്ള പാട്ട് തയ്യാറാക്കിയതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ പൂക്കളെക്കുറിച്ച് ഓണത്തിന് നമ്മൾ ആദ്യകാലമൊക്കെ പാടത്തും പറമ്പിലും നമ്മുടെ വീടിന് അടുത്തൊക്കെ കിട്ടുന്ന പൂക്കളെ കൊണ്ടാണല്ലോ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. എന്നിട്ട് ഓഡിയൻസിനോട് പൂക്കളിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൗസ് മേറ്റ്സിൻ്റെ അടുത്തേക്ക് പോയി അവരോടും എന്തൊക്കെ പൂക്കളാണ് നമ്മൾ ഓണത്തിന് ഇടുക, എന്തൊക്കെയാണ് യൂസ് ചെയ്യുക, എല്ലാവർക്കും പേരൊക്കെ അറിയോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. അതായിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ സോങ് ഉണ്ടല്ലോ അതിട്ട് കാണിച്ചു കൊടുത്തു. നല്ലൊരു സോങ്ങൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ ചോദിച്ചത് കിച്ചണിൽ ഇപ്രാവശ്യം നിറയെ പ്രശ്നങ്ങളായിരുന്നല്ലോ, കിച്ചണിലെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ ചോദിച്ചത്. അപ്പം അനീഷ് ചോദിച്ചത് എന്താണ് കിച്ചണിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്, ഒരുപാട് പ്രശ്നങ്ങൾ കിച്ചണിലായിരുന്നല്ലോ ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. ആദ്യം തന്നെ ഫുഡ് ലേറ്റായ കാര്യം, പിന്നെ കോഫി പൗഡർ മോഷണം പോയ കാര്യം, അനിമോള് കരഞ്ഞാൽ ഫുഡിൽ ഉപ്പ് കൂടില്ലേ എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. അപ്പോൾ അനീഷ് പറഞ്ഞു ഒരു ദിവസം മാത്രമേ ഫുഡ് ലൈറ്റായിട്ടുള്ളൂ, പക്ഷെ ഞങ്ങൾ അതിന് എല്ലാവരോടും സോറി ചോദിച്ചു, ലഞ്ച് നേരത്തെ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അനുമോൾ പറഞ്ഞു ഇല്ല, കണ്ണീര് ഫുഡിലേക്ക് വീഴാത്ത രീതിയിലാണ് കരഞ്ഞത് എന്നും പറഞ്ഞു. പിന്നെ കോഫി പൗഡർ കാണാതായ കാര്യം, ജിസേൽ മാറ്റി വെച്ച കാര്യം ജിസേലിനോട് ചോദിച്ചു. അപ്പോൾ ജിസേൽ പറഞ്ഞു അത് ഞാൻ കുക്കിങ്ങിൽ, അതായത് കിച്ചൺ ക്യാപ്റ്റനായിരിക്കുന്ന സമയം കിട്ടിയതാണ് കോഫി പൗഡർ. അപ്പോൾ ഒരു നേരം യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചതായിരുന്നു, അത് സൂക്ഷിച്ച് വെച്ചതാണ്, അല്ലാണ്ട് മോഷ്ടിച്ചതല്ല എന്നുള്ള രീതിയിലൊക്കെ ജിസേൽ പറഞ്ഞ് അവിടെ ഒപ്പിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഓറഞ്ച് മോഷണം പോയ കാര്യം, നമ്മുടെ ഷാനവാസ് രന ഫാത്തിമയൊക്കെ ഫൈറ്റ് ഉണ്ടായിരുന്നല്ലോ, മോഷ്ടിച്ചു, എല്ലാവർക്കും കൊടുത്തു, ചീസ് മോഷ്ടിച്ചു എന്നുള്ള അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ ലാലേട്ടൻ പിന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ഈ വരുന്ന ലക്ഷറി ഐറ്റംസ് ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് കട്ട് ചെയ്യുക, ഇതെല്ലാം കിട്ടുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്രയും പ്രോബ്ലംസ് വരുന്നത്, അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അത് കട്ട് ചെയ്യുക എന്ന് ലാലേട്ടൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അയ്യോ വേണ്ട ലാലേട്ടാ, ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി ചോദിച്ചത് ലാലേട്ടൻ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചാണ്. ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു വീക്ക് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അനീഷിനെ കൊണ്ടാണ് ചോദിച്ചത് ആ ഫസ്റ്റിനെ. അപ്പോൾ അനീഷ് പറഞ്ഞ മറുപടി ഈ 3 ക്യാപ്റ്റൻസ് വന്നിട്ടും എത്രത്തോളം മോശം ക്യാപ്റ്റൻസി ഉണ്ടോ അത്രത്തോളം മോശമായിരുന്നു ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻ എന്നാണ് പറഞ്ഞത്. അപ്പം ആര്യൻ്റെ അപ്പുറത്തു നിന്നുള്ളൊരു പുച്ഛിച്ചൊരു ചിരിയുണ്ട്. ഇതിൻ്റെ പൊന്നി എന്തൊരു പുച്ഛമാണ് ചെറുക്കനെ. നമ്മുടെ കഴിഞ്ഞ നമ്മുടെ റംസാൻ്റെ സീസണിൽ റംസാൻ ഓക്കെ അഹങ്കാരം ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രത്തോളം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാളിനെയും റെസ്പെക്റ്റ് ഇല്ല, എല്ലാവരുടെയും പുച്ഛിച്ചു. ഞാനാണ് വലിയ ആരോ എന്നാണ് ആര്യൻ്റെ വിചാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടനെ വരെ ഇന്നലത്തെ എപ്പിസോഡിൽ പുച്ഛിക്കുന്നുണ്ട്. പിന്നെ ജിസേലിനോട് ചോദിച്ചു, ജിസേലാണല്ലോ എപ്പോഴും ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ, എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി, ജിസേലിന് വിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജിസേൽ കുഴപ്പമില്ലായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ട് അക്ബറിനോട് ചോദിച്ചു. അക്ബർ പറഞ്ഞു ഒട്ടും മെച്യൂരിറ്റി ഇല്ല, ഇമ്മെച്യൂർഡായിട്ടാണ് ക്യാപ്റ്റൻസി ഉണ്ടായിരുന്നത്. ആദ്യത്തെ 2 ദിവസം കുഴപ്പമില്ലായിരുന്നു, അതിനുശേഷം അങ്ങനെയായിരുന്നു. അതിനുശേഷം ശൈത്യയോട് ചോദിച്ചു ക്യാപ്റ്റൻ്റെ കാര്യം. ശൈത്യ അങ്ങനെ തന്നെ പറഞ്ഞാൽ ആളുടെ കയ്യിൽ നിന്ന് പോയ കണക്കായിരുന്നു ക്യാപ്റ്റൻസി ഒക്കെ എന്നാണ് ശൈത്യം പറഞ്ഞത്. അതിനുശേഷം ശൈത്യയുടെ സ്റ്റോറി പറയുന്ന ടൈമിൽ ചിരിച്ച കാര്യം, ചെരുപ്പ് കൊണ്ട് എറിഞ്ഞ കാര്യം എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവൻ്റെ ആൻസർ അത് എൻ്റെ ഇമോഷൻ ഔട്ട്ബേസ്ഡ് ആയതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അപ്പോഴും അവൻ്റെ ആൻസർ ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ബിന്നിനോട് ചോദിച്ചു എന്താ ഡോക്ടർക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് പറഞ്ഞപ്പം ബിന്നി പറഞ്ഞു അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം, അതൊരു കൗൺസിലിംഗ് കൊണ്ട് തന്നെ നോക്കേണ്ട കാര്യമാണ്. കാരണം ഓപ്പോസിറ്റ് റിയാക്ഷനാണ് നമ്മുടെ ഇമോഷൻ ഔട്ട്ബേസ്റ്റായിട്ട് വരുന്നതെങ്കിൽ അത് നല്ലൊരു കാര്യമല്ല എന്നുള്ളത് അത് അന്നേ ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ലാലേട്ടനോട് പറഞ്ഞത്. അപ്പോൾ ചെരുപ്പ് എറിഞ്ഞ കാര്യമൊക്കെ ചോദിച്ചു, അഭിലാഷിനോട് ചോദിച്ചു ചെരുപ്പ് എറിഞ്ഞത് എങ്ങനെ എന്താണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഓണിയലിനോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്റ്റോറി പറയണതിന് ഒരു
അതിനൊരു ഇതില്ലാത്ത പോലും, കാരണം അവിടെ ഇരുന്ന് സ്റ്റോറി പറയുമ്പോൾ എത്രത്തോളം ഇമോഷണൽ ആവുമെന്ന് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിനൊരു വിലയും കൊടുക്കാത്ത പോലെയാണ് ഇപ്പുറത്ത് ഇരുന്ന് ചിരിച്ചത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ചെരുപ്പ് എറിഞ്ഞതിനും അതിനൊക്കെ ഉള്ള ഒരു പണിഷ്മെൻ്റായിട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അടുത്ത നോമിനേഷനിലേക്ക് ഡയറക്റ്റായി നോമിനേറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ എല്ലായിരുന്നു ചെയ്യേണ്ടത്. പണിഷ്മെൻറ്റ് ഫുൾ ഈ സീസൺ മുഴുവൻ അവനെ നോമിനേഷനിൽ ഇടണമായിരുന്നു, ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യണമായിരുന്നു. അത്രത്തോളം പുച്ഛിക്കുന്നുണ്ട് എല്ലാവരെയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി ചോദിച്ചത് ജയിലിനെ കുറിച്ചാണ്. നമ്മുടെ ജിസേലിനോടും ഓനിയലിനോടുമാണ് ചോദിച്ചത്. ജയിലിൽ പോയതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ജയിൽ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ജിസേൽ പെട്ടെന്ന് എണീച്ച് പറയുന്നുണ്ട് ഭയങ്കര ടോർച്ചറായിരുന്നു, ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് ജയിലിൽ എന്ന് പറഞ്ഞാൽ അതല്ലേ ഒരു ശിക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റിന് വേണ്ടിയിട്ടല്ലേ ജയിലിൽ പോകേണ്ടത്, അല്ലാതെ സൂഹിക്കാൻ വേണ്ടിയാണോ ജയിലിൽ പോണത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഓനിയൽ പറയുന്നുണ്ട് ഇത്രത്തോളം ഒന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ, എന്നിട്ട് പറഞ്ഞു അപ്പം ജിസേൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് എത്രത്തോളം അനുസരണക്കേടും റൂൾസ് ഇതാക്കണതും ഒക്കെ ജിസേലല്ലേ എന്നൊക്കെ. അപ്പം അപ്പുറത്ത് ഓനിയൽ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി, റൂൾസ് ബ്രേക്ക് ചെയ്യുന്നതിനും പിന്നെ എൻ്റെ ഭാഷ ശരിയല്ലാത്തതിനുമുള്ള നല്ലൊരു പണിഷ്മെൻ്റാണ് അതെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ജിസേലിനോട് ചോദിച്ചു എന്താണ് നോട്ടത്തിൻ്റെ കാര്യമൊക്കെ പറയണ്ടായിരുന്നല്ലോ ചോദിച്ചപ്പോൾ അപ്പോൾ ജിസേൽ ഞാനോ അല്ല ജിസേലല്ല അക്ബറിൻ്റെ നോട്ടത്തിനെ കുറിച്ച് ഷാനവാസ് ഇരുത്തി പറഞ്ഞു തരുന്നുണ്ടായിരുന്നല്ലോ എന്നുകൊണ്ട് ഇപ്പോൾ ഷാനവാസിനോട് ചോദിച്ചു. ഷാനവാസ് അതിനെ മറയ്ക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിൻ്റെ നോട്ടം ശരിയല്ല, വളരെ മോശമായ രീതിയിൽ ജിസേലിനെ നോക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ലാലേട്ടൻ എന്ത് ചോദിച്ചപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ കാര്യമാണ് പറഞ്ഞത്, ഇപ്പോഴത്തെ അല്ല പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ കാര്യം നമ്മൾ പറഞ്ഞ് സംസാരിച്ച് തീർത്ത കാര്യം വീണ്ടും ഒരാളെ പിടിച്ചിരുത്തി വീണ്ടും അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഓഡിയൻസ് എന്താണ് വിചാരിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം, പുറത്ത് ഓഡിയൻസ് ഉള്ളതാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഡിബേറ്റ് ഉണ്ടായിരുന്നല്ലോ സൗഹൃദത്തിനെ കുറിച്ചിട്ട്. അപ്പം അനീഷത്തും ഷാനവാസും സംസാരിച്ചില്ല. അപ്പോൾ അപ്പം തന്നെ അനീഷ് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പറയുന്നുണ്ടായിരുന്നു എനിക്കിതെന്താണ് എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത്, എന്തിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത് എന്നൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പം അവർ മലയാളമല്ലേ സംസാരിച്ചത് അനീഷ് എന്ന് ചോദിക്കുമ്പോൾ അതേ ലാലേട്ട, പക്ഷേ വിഷയമല്ല അവർ സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അത് അവരോട് ചോദിക്കുന്നുണ്ട് എന്താ അങ്ങനെ സംസാരിച്ചത് എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഷാരിഖിനെ വിളിച്ചിട്ട് ഹോട്ട് സീറ്റിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ചോദിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഷാരിഖ ചോദിക്കണമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായതാണ് അക്ബറും നിവീനും തമ്മിൽ കൂടി ഒരു പാരഡി സോങ് നമ്മുടെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാടാനുള്ളതാണ്. അത് നമ്മുടെ എപ്പിസോഡിലായാലും പ്ലസ്സിലാണെങ്കിലും കുറച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് അത് ഫുള്ളായി പാടി. ആര്യനെ കുറിച്ചിട്ട് ക്യാപ്റ്റൻസിൻ്റെ കാര്യമാണ് പാടിയത്, ബിന്നിനെ കുറിച്ച് കുത്തിത്തിരിപ്പാണെന്നാണ് പാടിയത്, ഷാരിഖനെ വിഷപ്പാമ്പ് എന്നുള്ള ഇത് വെച്ചിട്ടാണ് പാടിയത്. പിന്നെ അടുക്കള ടീമിനെ വെച്ചിട്ട് തന്നെയാണ് പാടിയത്. അനുമോളാണ് ഭരണം, ശരത്തൊപ്പം നിൽക്കുന്നതേ ഉള്ളൂ, അടക്കള ഒരു പടക്കളമാക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആ ഒരു പാരഡി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസിനെ അനീഷ് മരക്കഴുത എന്ന് വിളിക്കണതിനെ കുറിച്ചും പിന്നെ ഷാനവാസ് ഓനിയൽ അഭിലാഷ് നിവീൻ ഇവരുടെയൊക്കെ സ്വയം ധാരണ ഫോർ ദ പീപ്പിളാണ് എന്നുള്ള രീതിയിലും പിന്നെ റെന ഫാത്തിമയും ഓനിയലും തമ്മിലുള്ള ഫൈറ്റില്ലേ അതിനെക്കുറിച്ച്, പിന്നെ ഓനിയലും ജിസേലും കൂടെ ജയിലിൽ പോയപ്പോൾ ഓനിയലിന് സന്തോഷമായി, പക്ഷേ കിട്ടിയ ടാസ്ക് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഈ പാരഡി അവസാനിക്കണ നേരത്തുണ്ടായിരുന്ന പാട്ട് എന്താണെന്ന് വെച്ചാൽ പെയിൻ 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 എൻ്റെ തലയിൽ പെയിനാണ്, അത് ആരുടെ പെയിനാണ് അനുമോളെ. ഇതിപ്പോൾ അനുമോൾക്കുള്ള കൊട്ടാണോ രേണുവിനുള്ള കൊട്ടാണോ എന്നറിയില്ല. രണ്ടുപേരുടെയും കൂടെ പെയിൻ എന്ന് പറയുമ്പോൾ തന്നെ രേണുവിൻ്റെ തലയാണ് ചോദിച്ചത് അനുമോൾ. അപ്പോൾ രണ്ടുപേർക്കുമുള്ള ഒരൊറ്റ കൊട്ടായിട്ട് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ പാരഡി സോങ്. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടനൊക്കെ കൺഗ്രാറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് വന്നതാണ് ഒരു ടാസ്ക് ഉണ്ടെന്ന് പറഞ്ഞു ലാലേട്ടൻ. അപ്പോൾ സ്റ്റോർ റൂമിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശൈത്യനെയാണ് വിളിക്കുന്നത്. നിവീൻ എണീക്കാൻ നിന്നു. അപ്പം പെട്ടെന്ന് ലാലേട്ടൻ പറഞ്ഞു എങ്ങോട്ടാ എന്താ എന്നൊക്കെ നിവീനോട് ചോദിച്ചു. എന്നിട്ട് അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞപ്പം ശൈത്യനെ കൊണ്ട് പറഞ്ഞു പോയിട്ട് അപ്പം നമ്മുടെ സ്റ്റോർ റൂമിൽ പോവാമെന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ പേടിയാണ്. കാരണം ശരികനെ സ്റ്റോർ റൂമിൽ പോയിട്ട് പിന്നെ തിരിച്ച് കണ്ടിട്ടില്ല, പിന്നെ നോമിനേറ്റ് ആയതാണ്. അപ്പോൾ ശൈത്യനെ വിളിച്ചപ്പോൾ ആ ഒരു ഭയത്തോടെയാണ് പോണത്. നല്ല ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന
രണ്ടുപേരുടെയും വിളിച്ചത്. ഓണിയലും ആദ്യം ശൈത്യനെ വിളിച്ചു, എന്നിട്ട് ഓണിയലിനെയും വിളിച്ചത്. രണ്ടുപേരും കൂടെ പോയി സ്റ്റോർ റൂമിൽ നിന്ന് സാധനം എടുത്തിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ശൈത്യയും ഓണിയനിൽ പോയി. അതിന് ശേഷമാണ് പിന്നെ നിവിനോട് അവരെ പോയി ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വിട്ടത്. അത് ഇപ്പോൾ സ്റ്റോർ റൂമിൽ പോകാൻ തന്നെ പറഞ്ഞ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് ടാസ്ക് ഇങ്ങനെയായിരുന്നു, ഒരു ബോർഡ് കൊണ്ടുവന്നു. അതിൽ ഞാൻ പുലിയല്ല വെറും എലിയാണ് എന്നും, ഞാൻ ഒരു കാലുമാറ്റക്കാരനാണെന്നും, ഞാനൊരു നിഴലാണ്, ഞാനൊരു ഗെയിമറാണ്, എന്നെ വിശ്വസിക്കരുത് എന്നും, ഇങ്ങനെ 4 ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 5 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഹൗസ് മേറ്റ്സ് ആരൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്ത് ഓരോരുത്തരുടെ പേരിലും ടിക്ക് ചെയ്യണം. അതിൽ കൂടുതൽ കിട്ടിയത് ഞാനൊരു പുലിയല്ല വെറും എലിയാണ് എന്നുള്ളത് ആര്യനായിരുന്നു കൂടുതൽ വന്നത്. പിന്നെ ഞാനൊരു കാലുമാറ്റക്കാരൻ എന്നുള്ളതിന് ശാരികയും, ഞാനൊരു നിഴൽ മാത്രമാണ് എന്നുള്ളതിന് ശരത്ത്, ഞാനൊരു ഗെയിമർ എന്നുള്ളതിന് അനീഷും, എന്നെ വിശ്വസിക്കരുത് എന്നുള്ളതിന് അനുമോളും. ഇവർക്കാണ് കൂടുതൽ ഓട്സ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ മുട്ടത്തോട് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു ഹെൽമെറ്റായിട്ടും, അത് തലയിൽ വെച്ചിട്ട് നടക്കണം. അപ്പോൾ ഇത് അവിടെ ഈ ടാസ്ക് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇത് പറയണേക്ക് മുമ്പ് ശരത്തിനോട് ലാലേട്ടൻ ചോദിക്കണ്ടേ, എന്താ ഇവിടെ കൂടോത്രം ഉണ്ടോ, വല്ല ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ശരത്തിന് ഭയങ്കര ക്ഷീണവും തളർച്ചയും ഒക്കെയാണെന്നല്ല പറഞ്ഞ് കേട്ടത്. എന്നിട്ട് അനുമോളും അവിടെ വഴക്കിട്ടിട്ട് കാലിലൊക്കെ പിടിച്ച് മാപ്പ് പറഞ്ഞു. അതിന് ശേഷമുള്ള ക്ഷീണത്തെയും തളർച്ചേനെയും കുറിച്ചൊക്കെ ശൈത്യയും നമ്മുടെ ശരത്തും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ശൈത്യനോടും ചോദിക്കുന്നുണ്ട്, നിനക്കുണ്ടോ അങ്ങനെ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ശൈത്യ പറഞ്ഞാൽ എനിക്ക് വന്ന നാളിലൊക്കെ ഭയങ്കര നെഗറ്റീവ് എനർജി ആയിട്ടും ഭയങ്കര ക്ഷീണമായിട്ടൊക്കെ തോന്നി, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ശരത്ത് അപ്പോൾ അനുമോൾക്ക് കൂടെ അങ്ങനെ ഒരു രീതിയിലാണ് ചോദിച്ചത്. എന്നിട്ട് പിന്നെ കാലിൽ തൊഴുന്ന കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അനുമോള് കാലിൽ തൊഴുന്ന കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് മാജിക്കിൽ വിശ്വാസമുണ്ടോ, എന്തായാലും ഇപ്പം നോമിനേഷനിൽ നിൽക്കുകയാണ് അനുമോളും അപ്പാനിയും. അപ്പോൾ എന്താ ഇപ്പം തോന്നുന്നത് എന്നൊക്കെ ചോദിച്ച് ഒന്ന് ഭയപ്പെടുത്തിയൊക്കെ വിട്ട്, എന്നിട്ട് പിന്നെ പറഞ്ഞു അപ്പാനിയും അനുമോളും സേഫാണ് എന്ന് പറഞ്ഞ്. അടുത്തത് പറഞ്ഞത് ഈ മുട്ടത്തോടുള്ള ഹെൽമെറ്റ് ഉണ്ടല്ലോ, അത് ഇനി മുതൽ ബിഗ് ബോസ് എപ്പോൾ പറയണോ അപ്പോഴേ ആ തലയിൽ നിന്ന് ഇറക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു. അപ്പോഴാണ് ആര്യൻ്റെ ഒരു കൊണച്ച ചോദ്യങ്ങൾ അങ്ങനെ തന്നെ പറയണം, അതിലൊരു കുറവും പറ്റില്ല. അവനുണ്ടല്ലോ ഒരാൾ പോലും വോട്ട് കൊടുക്കരുത്, നമ്മുടെ മലയാളികൾ ആരും വോട്ട് കൊടുക്കരുത്, അങ്ങനെയാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ലാലേട്ടനെ ഒരുമാതിരി എന്താ പറയുക ഊക്കി വിടുകയായിരുന്നു അവൻ്റെ സംശയങ്ങൾ കേൾക്കണം നിങ്ങൾ. ഇത് കുളിക്കുമ്പോൾ ഊരാൻ പറ്റുമോ, ഇത് കിടക്കുമ്പോൾ ഊരാൻ പറ്റുമോ, ഇത് ടാസ്ക് ചെയ്യുമ്പോൾ ഊരണോ, അപ്പോൾ കുളിക്കുമ്പോൾ ഊരാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു കുളിക്കുന്ന സമയത്ത് ഊരിയിട്ട് തലയൊക്കെ നന്നായി, അത് ആ ഒരു രീതിയിൽ തന്നെ ലാലേട്ടനെ എടുത്തിട്ട് മറുപടി പറഞ്ഞു, തലയിൽ നല്ല തോർത്ത് ചീവൊക്കെ ചെയ്തിട്ട് എടുത്ത് തല വെക്കുക. അപ്പോൾ അടുത്ത സംശയമുണ്ട്, ഇത് ഉറങ്ങുമ്പോൾ വെക്കണോ, ഇത് ടാസ്ക് ചെയ്യുമ്പോൾ വെക്കണോ? അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, നീ ഇത് ഊരണോ, ഇത് എന്നെ ഊരണോ അതോ അത് ഊരണ കാര്യം, ഇതൊക്കെ ശരിക്കുള്ള നിൻ്റെ സംശയങ്ങൾ. അപ്പോൾ അപ്പുറത്തിരിക്കണ അപ്പാനിയും അതിലേക്ക് പറയുന്നുണ്ട് മിണ്ടാതിരി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവന് പിന്നെ എനിക്ക് സംശയം ചോദിക്കണ്ടേ എന്നുള്ള രീതിയിലൊക്കെ അവനെയൊക്കെ ഉണ്ടല്ലോ. ഈ ലാലേട്ടൻ എന്താ പറയുക എത്ര വലിയ ആളാണ്, ഈ ആളിനെയാണ് ഇമാതിരി ഇട്ടിട്ട് അവന് ഇതാക്കി വിടണത്. അവനക്കൊന്നും ഒരു വോട്ട് പോലും അവനെ അർഹിക്കുന്നില്ല. അവനൊക്കെ അടുത്ത നോമിനേഷനിൽ എലിമിനേറ്റ് ചെയ്ത് വിടണം. അങ്ങനെയാണ് അവന്. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിക്ഷൻ ഒരു കണ്ണടയാണ്. കണ്ണടയിൽ 2 സ്റ്റിക്കർ, ഓരോ കണ്ണടയിലും ഓരോരുത്തരുടെ പേര്, അങ്ങനെ ആരാണ് വെക്കുന്നത് അവരുടെ പേരല്ല മറ്റുള്ളവരുടെ പേരാണ്, അതിൽ നിന്ന് ഓരോ സ്റ്റിക്കർ പറിക്കുക. അങ്ങനെ നമ്മുടെ ശാരികയാണ് ഔട്ടായത്. എന്നിട്ട് പിന്നെ ശാരികനെ പുറത്തേക്ക് വിളിച്ച് സംസാരം റെഡി ചെയ്യണം. ഭയങ്കര കരച്ചിലായിരുന്നു ശാരിക ഔട്ടായ സമയത്ത്. ശാരിക പോണ സമയത്ത് തലയിൽ കിരീടം ഉണ്ടല്ലോ, ഞാനൊരു കാലുമാറ്റക്കാരൻ, അത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അക്ബറിന് ആദ്യം കൊടുക്കാൻ പോയി. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അക്ബറിനല്ലല്ലോ, ഇത് വേറെ ആൾക്കാണല്ലോ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതേ ലാലേട്ട, അപ്പോൾ മനസ്സിലുള്ള ആൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതിലേക്കാണ് അത് കൊടുത്തത്. എന്നിട്ട് പിന്നെ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് സൈൻ ഓഫ് ഒക്കെ ചെയ്യണ സമയത്ത് ലാലേട്ടൻ പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ അടുത്ത് ഞാൻ വരും. അടുത്ത ആഴ്ച ഭയങ്കര ടാസ്കൊക്കെയാണ് വരാൻ പോണത്, ഒരാളുടെ കയ്യിലേക്ക് മാത്രമായിട്ട് ഇതിൻ്റെ അധികാരങ്ങൾ വരാൻ പോവുകയാണ്, സ്വച്ഛാധിപത്യത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനത്തെ ടാസ്കൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയതിന് ശേഷം പിന്നെ കാണിക്കുന്നത്
നമ്മുടെ ശരത്തും ആര്യനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അക്ബർ കാരണമാണ് ശരത്തിന് ഞാൻ വെറും ഒരു നിഴലാണ് എന്നുള്ള ഇത് വന്നത്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഇത്ര നാൾ ഞാൻ നല്ല രീതിയിലാണ് ടാസ്ക് കളിച്ചത്, ഈ ഒറ്റ ടാസ്ക് കാരണമാണ് എനിക്ക് ഇത് തലയിലിരിക്കുന്നത്. അവൻ്റെ ഒരു മൊട്ടടി ഇവന്മാരേക്കും എന്തൊക്കെയാണ് അവൻ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഭയങ്കര പറയട്ടെ, ഈ റംസാന് അഹങ്കാരം ഉണ്ടായിരുന്നു, പുച്ഛിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഹൗസ് മേറ്റ്സിനോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലാലേട്ടനോടൊക്കെ റെസ്പെക്റ്റോടെ തന്നെയാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവൻ ആർക്കും റെസ്പെക്റ്റ് ഇല്ല, എല്ലാവരോടും പുച്ഛ. ഇവൻ വലിയ എന്തോ ആളാണെന്നാണ് ഇവൻ്റെ വിചാരം. അതിനുശേഷം പിന്നെ റൂമിൽ കാണിക്കുന്നത് ജിസേലും പിന്നെയും സംസാരിക്കുകയാണ്. ജിസേൽ പറയുന്നുണ്ട്, ആര്യൻ ഭയങ്കര ഇൻമെച്യൂർഡായിട്ടാണ് ഇപ്പോൾ പെരുമാറുന്നത്. ആദ്യത്തെ വീക്സ് ഒന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഉള്ള സംസാരമൊക്കെ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ബിന്നി പറയുന്നുണ്ട്, എനിക്ക് ഫസ്റ്റ് വീക്ക് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അവൻ ഭയങ്കര ഇൻമെച്യൂർഡാണ്. ഇപ്പോൾ റെന ഫാത്തിമ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ പ്രായമുള്ളൂ, 19 വയസ്സ്. അവൾ കാണിക്കണതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഇവൻ ഓവറായിട്ടാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ ആദില നൂറ അവരുടെ സംസാരമാണ് കാണിക്കുന്നത്. ബേബിയുടെ ബർത്ത്ഡേ ആണ്, 25-ാം തീയതി ഒരു കേക്ക് തരണം എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു സംസാരങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരത്ത് പറയുന്നുണ്ട്, എൻ്റെ ഗെയിം ഞാൻ മാറ്റാൻ പോവുകയാണ്, അക്ബറിൻ്റെ കൂടെ കളിക്കണമുണ്ടാണല്ലോ നിഴലെന്ന്, അപ്പം ഇനി ഞാൻ യൂട്ടേൺ അടിച്ച് വേറെ ഗെയിമിലേക്ക് പോവുകയാണെന്ന്. അവിടെ അപ്പോൾ തന്നെ ടേബിളിൽ ആര്യനോടും പിന്നെ ഇവിടെ വന്നിട്ട് ജിസേൽ, ശരത്ത്, നമ്മുടെ അക്ബർ, റെന ഫാത്തിമയൊക്കെ സംസാരിക്കുമ്പോഴും പറയുന്നുണ്ട്, എൻ്റെ ഗെയിം ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെയാണ് ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞത്. അപ്പോൾ ഈ ആര്യൻ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച്, അവൻ ഇന്നലെ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.